ഹായ്. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേര് കമൻസിലൂടെയും മറ്റ് വീഡിയോയുടെ കമൻസിലൂടെയും നേരിട്ടും ഓസ്ട്രേലിയൻ പ്രോസസ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഴ്സസ് ചോദിച്ച ഒരു ക്വസ്റ്റിന് മറുപടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതായത് CGFNS പ്രോസസ്സിംഗ് മുതൽ അപ്ര രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ വിസ, ടിക്കറ്റ്, ഇങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിങ്ങിന് എത്ര എമൗണ്ട് ആവും, കോസ്റ്റ് എത്രയാവും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ UK നിന്നാണ് ഈ പ്രോസസ്സിങ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ. ഇന്ത്യയിൽ നിന്നും ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്നോ അയർലൻഡ് അങ്ങനെയുള്ള കാനഡയുള്ള കൺട്രിയിൽ നിന്നും ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. അതായത് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജിലാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ചാനലിൻ്റെ പേര് വിങ്സ് ഓഫ് ഡ്രീംസ്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് വെക്കുക. ആരെങ്കിലും നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഓസ്ട്രേലിയൻ നേഴ്സിംഗ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും എൻ്റെ വീഡിയോ എത്തിക്കുക. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള യൂസ്ഫുൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് അവർക്കൊക്കെ ഉപകാരം ആയി മാറും. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ട്രാൻസ് താസ്മാനിയൻ മ്യൂച്വൽ റെക്കഗ്നിഷൻ വഴിയാണ് നമ്മൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ര ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് CGFNS ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ, ആ പ്രോസസ്സാണല്ലോ ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം CGFNSൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ പ്രോസസ്സ് പോകും. അങ്ങനെ CGFNSൻ്റെ ആ പ്രോസസ്സിങ്ങിന് നമ്മൾ പേ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് 26,000 to 27,000 റുപ്പീസാണ് വരുന്നത്. ഞാൻ ഇന്ത്യൻ റുപ്പീസ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഡിഫേഴ്സ്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആ സമയത്തൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ 26,000 to 27,000 എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന് വേറൊരു കാര്യം, ഇതാണ് ഒരു CGFNS നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. പക്ഷേ അതിന് പുറമേ നമ്മൾ ബാക്ക് ഹോം കുറേ വെരിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നോട്ടറി പബ്ലിക് അറ്റസ്റ്റേഷൻ, ഇതൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായ എമൗണ്ട് വരും. കാരണം നമ്മൾ ചിലപ്പം ബാക്ക് ഹോം നഴ്സിംഗ് കൗൺസിലിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ ആരെങ്കിലും നമുക്ക് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ ഡിപ്പെൻസ്. അത് ഡിഫറെൻ്റ് ആണ് എമൗണ്ട്. അത് നമ്മൾ ചിലപ്പം ചിലർ 6,000 5,000 അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചില കോളേജ് ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ പേ ചെയ്യാൻ പറയും. ചിലർ ഫ്രീ ആയിട്ട് തരുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് വേറിട്ട് ഈ CGFNSൻ്റെ മാത്രം നമ്മൾ പേ ചെയ്ത എമൗണ്ടാണ് ഞാൻ 26,000 എന്ന് പറഞ്ഞത്. പിന്നെ ഈ വോൾ പ്രോസസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഈ ഫുൾ എമൗണ്ട്, ടോട്ടൽ എല്ലാ പ്രോസസ്സിൻ്റെ എമൗണ്ട് ഒറ്റയടിക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ പ്രോസസ്സിങ് നടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പ് തീരുമ്പോഴും അപ്പം നമ്മൾ പേ ചെയ്താൽ മതി. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രോസസ്സിങ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും അതൊന്ന് കംപ്ലീറ്റ് ആയി വരണമെങ്കിൽ ചിലപ്പോൾ 2-3 വീക്സ് എടുക്കും. അപ്പം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ UK വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സാലറി വൈസ് ഇപ്പോൾ ഈ മാസത്തെ സാലറി കിട്ടുമ്പം അത് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പേ ചെയ്യാം. പിന്നെ നമുക്ക് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അടുത്ത സാലറി കിട്ടുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ കൺട്രിയിൽ നിന്നും നമുക്ക് ഈ പ്രോസസ്സിങ് ചെയ്തതിനേക്കാൾ നല്ലത് ആ സമയം കൊണ്ട് നമ്മൾ UK പോലുള്ള കൺട്രികളിൽ വന്നിട്ട് അവിടുന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമുക്കതൊരു ബേർഡൻ ആയിട്ട് വരില്ല. നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് തന്നെ നമ്മളുടെ ഫാമിലി എല്ലാം ചിലവുകളെല്ലാം കഴിഞ്ഞു പോയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സിങ്ങും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ CGFNSൻ്റെ പ്രോസസ്സിങ് തീർന്നാൽ ഉടനെ അവരുടെ റിപ്പോർട്ട് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിലേക്കാണ് അയക്കുന്നത്. അപ്പം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിലേക്ക് അയച്ചു കഴിഞ്ഞ് അവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞ് കേസ് മാനേജറെ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവരൊരു നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പം അവർ എമൗണ്ട് നമ്മളോട് അടയ്ക്കാൻ പറയും. അത് വരുന്നത് ഇന്ത്യൻ റുപ്പീസ് 27,000 to 28,000 ആണ്. അപ്പം ഏകദേശം ഒരു എമൗണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പറയുന്നത്, ഒരു 27,000 to 28,000 വരും. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഇപ്പോഴത്തെയും കൂടി കൂട്ടി അറൗണ്ട് ഒരു 60,000 ആയി ഈ 2 സ്റ്റെപ്പായിട്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ഈ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫിറ്റ് ടു വർക്ക്, അതായത് ക്രിമിനൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു 7,000 ഒരു 8,000
ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്. അത്രയും നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ കൺട്രിയിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടോ വിതിൻ 7 years അവിടുത്തെ എല്ലാം ക്രിമിനൽ ചെയ്തെടുക്കുക. പക്ഷേ ഡിപ്പെൻസ് ആണ്, നമ്മൾ കൂടുതൽ കൺട്രിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് കൂടും. എങ്കിലും ഞാനൊരു റഫായിട്ട് പറയുകയാണ്, ഒരു 7,000 to 8,000 എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ മൈ അയക്കുക എന്നുള്ളത് മൈ NC പോർട്ടലിലേക്ക് അവർ ചേഞ്ച് ആവുമല്ലോ. അത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ചെയ്യും. അതുകൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിനും വരുന്നത് ഏകദേശം ഒരു 6,000 റുപ്പീസാണ്, ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്. വലിയ എമൗണ്ട് ഒന്നുമില്ല. പക്ഷേ റീസെൻ്റ്ലി ചിലർ പറയുന്നു ക്യാഷ് അടയ്ക്കേണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നു കുറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്രോസസ്സിങ് ചെയ്തിട്ട് ഒരു 1 year ആയി. അന്ന് ഇന്ത്യൻ റുപ്പീസ് ഒരു 6,000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അത് ചിലർ പറയുന്നു കുറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ കുറഞ്ഞതുകൊണ്ട് അതും ഒരു ഫാക്ടറായിട്ട് മാറും. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ഈ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ സമയത്ത് ചിലപ്പോൾ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഇപ്പം UK പോലുള്ള കൺട്രിയിലാണെങ്കിൽ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. നമുക്ക് നേരെ NMCയുടെ ഓൺലൈൻ പോർട്ടലിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് നേരിട്ട് അവരാണ് അങ്ങോട്ട് അയക്കുന്നത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിലേക്ക്. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലം അല്ല, നമുക്ക് അതിന് എമൗണ്ട് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ ചില നഴ്സിംഗ് കൗൺസിലിലോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂൾ അങ്ങനെയെല്ലാം ഗുഡ് സ്റ്റാൻഡിങ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിലിനെയും ഡിപ്പെൻഡ് ആണ് അത് എത്ര എമൗണ്ട് ആവുമെന്ന്. വൺസ് നമുക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വിതിൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി APC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അപ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ. അപ്ര രജിസ്ട്രേഷൻ നമ്മൾ ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1 weekനുള്ളിൽ നമുക്ക് അപ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിയും. അപ്പോൾ അപ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കാവുന്നത് $489 ഓസ്ട്രേലിയൻ ആണ് ആവുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 27,000 റുപ്പീസും അതും ആവും. അപ്പം ആ ഒരു എമൗണ്ടാണ് നമുക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീ ആവുന്നത്. അതിന് പുറമെ നമ്മൾ അത് ചെയ്തെടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ OET നമ്മൾ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഇംഗ്ലീഷ് ടെസ്റ്റ് എക്സ്പയർ ആയിട്ട് ഇല്ലെങ്കിൽ അത് ന്യൂസിലാൻഡ് ചിലപ്പോൾ ചോദിക്കും നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ്. ചിലവർക്ക് അത് വേവ് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ചിലരോട് ഇംഗ്ലീഷ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പം ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് ഡിഫറാണ്, നമ്മൾ അതിൻ്റെ എമൗണ്ടൊക്കെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് ആണ്, ചിലർക്ക് അത് വേണ്ട വരത്തില്ല. ചിലർക്ക് എൻ്റെ കാര്യത്തിൽ എക്സ്പയർ ആയില്ലായിരുന്നു, 3 years വാലിഡിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ UK വരാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് അത് ഓക്കെ ആയി, ഒരു വേവ് ചെയ്തെടുത്തു. അപ്പം ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ കയ്യിലുള്ള റിസൾട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കുക. അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി OETയുടെ സൈറ്റിലും നിങ്ങളുടെ പോർട്ടലും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവരത് വേവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സാം വീണ്ടും എഴുതേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്യാഷ് സേവ് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ടുള്ള പ്രോസസ്സിങ് ചെയ്തെടുക്കാൻ. അപ്പം OETയുടെ ഞാൻ പറഞ്ഞു വന്നത്, OETയുടെ ഒക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇതിലേക്കാളും കുറച്ചും കൂടി കൂടും എമൗണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 lakhൻ്റെ ഉള്ളിൽ അത്രേ ആയുള്ളൂ ഇത്രയും ഫുൾ പ്രോസസ്സിങ് ചെയ്യുന്നതിന്, അതായത് അപ്ര നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം അപ്ര നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ANMACൻ്റെ രജിസ്ട്രേഷനാണ്. ലെറ്റർ ഓഫ് ഡിസിഷൻ LOD നമുക്ക് കിട്ടണം. ആ ഒരു ANMACൻ്റെ ഡിസിഷൻ കിട്ടി നമ്മുടെ അതിനകത്ത് വെക്കുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചൊക്കെ നമുക്ക് എംപ്ലോയറോട് ഡിമാൻഡ് ചെയ്യാം നമ്മുടെ സാലറിയുടെ ലെവൽ അനുസരിച്ച്. ഇപ്പം ഇപ്പം ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാലോ, രജിസ്റ്റേർഡ് നേഴ്സ് ലെവൽ 1 1 to 1.8 ഉണ്ട്. അത് കഴിഞ്ഞ് ലെവൽ 2ലേക്കാണ് പോകുന്നത്. ലെവൽ 2ലേക്ക് അതായത് 0.24 അങ്ങനെ ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ലെവൽ 3 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ നമ്മുടെ അപ്ഗ്രേഡായി പോകുന്നത്. അപ്പം നമ്മുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ANMACൽ കാണിച്ചു കഴിഞ്ഞ് അത് കംപ്ലീറ്റ്ലി റെഫറൻസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി കൂടും. അപ്പം അതിന് വേണ്ടിയാണ് ANMAC കൂടുതലായിട്ട് ചെയ്യുന്നത്. ANMAC രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു എംപ്ലോയറും ഇൻ്റർവ്യൂ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പം അവർ
ആദ്യം ചോദിക്കുന്നത് രജിസ്ട്രേഷൻ ഉണ്ടോ, ആൻമാക്ക് ലെറ്റർ ഓഫ് ഡിസിഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ആൻമാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ എംപ്ലോയറുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം കൂടുതലായിട്ടും ഈസിയസ്റ്റ് വേ, നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസിയസ്റ്റ് വേ ടു കം ടു ഓസ്ട്രേലിയ വിത്ത് എ PR 186 വിസ തന്നെയാണ്. വളരെ എംപ്ലോയർ ഇപ്പോൾ ഒരുപാട് എംപ്ലോയേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ റീലൊക്കേഷൻ പാക്കേജ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആൻമാക്ക് ചെയ്തെടുക്കുക തന്നെ വേണം. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്, 1 മന്ത് മുതൽ 6 വീക്സ് വരെ എടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ആൻമാക്കിനും എമൗണ്ട് ഉണ്ട്. ഞാൻ പറയാം എത്ര എമൗണ്ട് ആണെന്ന്. അപ്പോൾ ആൻമാക്കിന് വരുന്നത് $395 ഓസ്ട്രേലിയൻ ഡോളറാണ്. അതായത് അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 20,000 അത്രയൊക്കെ അടുത്ത് വരും. അപ്പോൾ ആ ഒരു എമൗണ്ടാണ് ആൻമാക്ക് രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ആവുന്നത്. പിന്നെ ആ കാര്യത്തിലും ഒരുണ്ട്, ഈ റെഫറൻസ് ലെറ്ററിനൊക്കെ ചിലപ്പം നാട്ടിലൊക്കെ ഇപ്പം നമ്മുടെ ഒരുമാതിരി എംപ്ലോയീസ് ഒന്നും നമ്മളെടുത്ത് റെഫറൻസ് ലെറ്റർ തരുമ്പം ആരും കാശൊന്നും വാങ്ങിക്കില്ല. പക്ഷേ ഇത് ഡിപ്പെൻസ്. ചിലർ ഏജൻറ്റ് വഴിയൊക്കെയാണ് നമ്മൾ റെഫറൻസ് ലെറ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്കും ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ അവർ കാശൊക്കെ ചോദിക്കും. അത് ഒരു വേറെ എമൗണ്ട് ആണ്. പക്ഷേ ആൻമാക്കിൻ്റെ നമ്മൾ ഒഫീഷ്യലി നമ്മൾ അടയ്ക്കേണ്ടത് $395 ആണ്. അപ്പോൾ ആൻമാക്കിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 189 നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട്. അതല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുന്നു, എംപ്ലോയർ നമുക്ക് PR വിസ തരുന്നു. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ടൈപ്പ് ഓഫ് വിസാസ് ഒക്കെ ഉണ്ടല്ലോ. ആ വിസകളിൽ നമ്മൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ എടുക്കുക, പിന്നെ ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതുള്ളൊരു ഏജൻസിയുടെ സഹായമൊന്നും ആവശ്യമേ ഇല്ല. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ, അത്രയും ഷുവർ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണെന്ന് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ, അതായത് ഒരു ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിൽ ഞാൻ, ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് വരുന്നത്. അപ്പം എൻ്റെ മോന് 12 ഇയേഴ്സ്, മോൾക്ക് 5 ഇയേഴ്സ്, പിന്നെ ഞങ്ങൾ 2 അഡൾട്ട്. പക്ഷേ നമ്മളാണല്ലോ മെയിൻ ആപ്ലിക്കൻറ്റ്. അപ്പോൾ മെയിൻ ആപ്ലിക്കൻറ്റിനും കൂടുതലാണ് മെഡിക്കലിന് കാശാവുന്നത്, വിസയ്ക്കും അതുപോലെ. പിന്നെ ഡിപ്പെൻഡൻറ്റ് സ്പൗസ് വിസയ്ക്ക് കുറച്ചുകൂടി കുറവ്, അല്ലെങ്കിൽ മെഡിക്കലിനും അത് കുറവ്, പിന്നെ കിഡ്സിന് കുറവ്. അപ്പോൾ അത് ആ എമൗണ്ട് മെഡിക്കലിൻ്റെയും വിസയുടെയും സെപ്പറേറ്റ് എത്രയാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വോൾ പ്രോസസ്സിങ്ങിന്, അതായത് CGFNS മുതൽ അപ്ര അല്ലെങ്കിൽ ആൻമാക്ക് രജിസ്ട്രേഷൻ വരെ നമുക്കൊരു 1.25 lakhs ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന് നിങ്ങൾ ഇത്രയും പ്രോസസ്സിങ് ചെയ്യാൻ ഒരുപാട് കാശാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ട. ഇത്രയും കാശ് ആകെ ഇതിനാവുന്നുള്ളൂ, 1.25. അപ്പം ഒരു ഗൾഫിലോ അല്ലെങ്കിൽ UK പോലുള്ളൊരു കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമേ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. പലപ്പോഴായിട്ടാണ് അത് ഒരുമിച്ച് ഒരു 1.25 lakhs നമ്മൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ 1.25 മാക്സിമം പോയാൽ, പിന്നെ ഏജൻസിക്കൊക്കെ നാട്ടിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം, അങ്ങനെ അത്രയൊക്കെ എങ്ങനെ പോയാലും ഒരു 2 lakhsന് മുകളിലായിട്ട് പോകത്തില്ല. അത് ഞാൻ മാക്സിമം ആയിട്ടാണ് പറയുന്നത്. അത്ര ഒരിക്കലും ആവില്ല. എങ്കിൽ പോലും ഞാൻ പറയുക, ഒരു 2 lakhs കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു CGFNS മുതൽ അപ്ര ആൻമാക്ക് രജിസ്ട്രേഷൻ, ആൻമാക്കിൻ്റെ വരെ പ്രോസസ്സിങ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് മെഡിക്കലും വിസയുടെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 186 എംപ്ലോയർ വിസയിൽ വരുവാണെങ്കിൽ, നിങ്ങൾ കയ്യിൽ നിന്ന് ഇത്രയും കാശ്, അത് വലിയൊരു എമൗണ്ട് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കയ്യിൽ നിന്ന് ഇത്രയും കാശ് ഇടുന്നു എങ്കിലും നിങ്ങൾക്ക് മിക്ക എംപ്ലോയേഴ്സും റീലൊക്കേഷൻ പാക്കേജ് തരും. അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ എത്തുമ്പോൾ, ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ, നമുക്ക് ഫുൾ എമൗണ്ട് അവർ റീഫണ്ട് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക്. 1 മന്തിനുള്ളിൽ, എനിക്ക് 1 മന്ത്, ഒരു 4 വീക്സേ എടുത്തുള്ളൂ, ഫുൾ എമൗണ്ട് അവർ നമുക്ക് തിരിച്ച് തന്നു. അപ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് മെഡിക്കലിനും വിസയ്ക്കും വേണ്ടി നിങ്ങളാവും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി വറി ചെയ്യൊന്നും വേണ്ട. അത് കയ്യിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണ്. അവർ നമുക്ക് ഓഫർ ലെറ്ററിൽ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാരും തരാതിരിക്കില്ല, എന്തായാലും തരും. അപ്പം നമ്മൾക്ക് നോക്കാം എത്രയാവുമെന്ന്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസയുടെ കാര്യം, 4 person വിസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം എനിക്ക് വിസയ്ക്ക് അയച്ചത് $4,640 ഓസ്ട്രേലിയൻ ഡോളറാണ്. അത് വരുന്നത് $2,57,000
ഇന്ത്യൻ റുപ്പീസാണ്. 2,57,000. പിന്നെ എൻ്റെ സ്പൗസിന്, നമ്മുടെ ഹസ്ബൻഡിന് വരുന്നത് അതിന് നേരെ പകുതിയാവുള്ളൂ അവർക്ക്. 2,320 എന്ന് പറയുന്നത് 1,28,837. പിന്നെ വരുന്നത് ചിൽഡ്രൻ ആണ്, കിഡ്സ് അണ്ടർ 15 ആയ കിഡ്സിനൊക്കെ അവർക്ക് രണ്ടുപേർക്കും സെയിം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോന് 12 ഇയേഴ്സ്, മോൾക്ക് 5 ഇയേഴ്സ്. ഇവർക്ക് രണ്ടുപേർക്കും വിസയ്ക്ക് സെയിം എമൗണ്ട് വന്നത്. അത് അവർക്ക് വന്നത് ഈച്ച് കിഡിന് $1,160 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് 64,418. ഇത്ര എമൗണ്ട് ആണ് വരുന്നത് രണ്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ്. അപ്പം മോനും അത്ര എമൗണ്ട്, മോൾക്കും അത്രയും 1160, രണ്ടുപേർക്കും സെപ്പറേറ്റ് അത്രയും. അപ്പം പിന്നെ ഒരു ചെറിയൊരു സർചാർജും വരും 129. അപ്പം നമ്മളിത് അടയ്ക്കുമ്പം 129 ഓസ്ട്രേലിയൻ ഡോളർ വരും. ഇത്രയാണ് കൂടുതൽ. അതായത് വരുന്നത് ഒരു 5,22,500 ഇന്ത്യൻ റുപ്പീസ്. 5,00,000 എന്ന് കൂട്ടിക്കോ, 5,15 ലക്ഷം രൂപയാണ് 4 പേർക്ക് വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഒരു PR വിസയ്ക്ക്, PR വിസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. PR വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം 5,25,000 ഇന്ത്യൻ റുപ്പീസാണ് അത് കൺവേർട്ട് ആകുമ്പം നമുക്ക് 4 പേരുള്ളൊരു ഫാമിലിക്ക് ടോട്ടൽ ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സർചാർജ് വരും 129 ഓസ്ട്രേലിയൻ ഡോളർ. പിന്നെ വരുന്നത്, നിങ്ങൾ ഏജൻസി വഴിയാണ് ചെയ്യുന്നതെങ്കിൽ, മീൻസ് വിസയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഏജൻസിക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളോട് നിന്ന് ഒരു 1.5 ലക്ഷം രൂപയും കൂടി ചോദിക്കും വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ചിലപ്പം ഈ ഒരു പ്രോസസ്സിങ് നമുക്ക്, അതായത് ഈ വിസയുടെ മാത്രം പ്രോസസ്സിങ് നമുക്ക് ഏജൻസി കൊടുക്കാം. അപ്പം ഈ മറ്റ് CGFNSൻ്റെയോ അപ്രയുടെയോ ഒന്നും പ്രോസസ്സിങ് അല്ലാതെ വിസയുടെ മാത്രം പ്രോസസ്സിങ് ചെയ്ത് തരുന്ന ഏജൻസികളുണ്ട്. അവർക്ക് കൊടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചിലവാകും. അതല്ലെങ്കിൽ ചിലർ 75,000 രൂപ കൊണ്ട് മാത്രം ചെയ്യുന്നവരുമുണ്ട്. അതായത് 1,500 ഓസ്ട്രേലിയൻ ഡോളർ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം 75,000 ഇന്ത്യൻ റുപ്പീസാണ് ആവുന്നത്. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വിസയ്ക്ക് നമുക്കാവുന്നത് 5,25,000 ഇതാണ് 4 പേരുടെ ഒരു ഫാമിലിക്ക് ആവുന്നത്. ഇനി അടുത്ത് നമ്മൾ മെഡിക്കലിന് എത്രയാവും നോക്കാം. മെഡിക്കലിന് ഈ പറഞ്ഞ പോലെ മെയിൻ ആപ്ലിക്കൻറ്റിനും നമ്മുടെ ഹസ്ബൻഡിനും 12-year-old ചൈൽഡിനും 5-year-old ചൈൽഡിനും ഒക്കെ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് വരുന്നത്. കാരണം അവർ ചെയ്യുന്ന ടെസ്റ്റുകളും സ്ക്രീനിങ്ങും ഒക്കെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. അതായത് മെയിൻ ആപ്ലിക്കൻ്റ് ആയ നമ്മൾക്ക്, അതായത് മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ക്രീനിങ്ങും കൂടുതൽ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ മെയിൻ ആപ്ലിക്കൻ്റ് എനിക്ക് വേണ്ടി ആയത് 415 UK പിന്നെ പൗണ്ടാണ് ആവുന്നത്, ബ്രിട്ടീഷ് പൗണ്ടാണ്. ഞാൻ അവിടെയായിരുന്നല്ലോ മെഡിക്കൽ ചെയ്യുന്നത്. അതായത് അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം 40,000 ആണ് ആവുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിന്. പിന്നെ ഹസ്ബൻഡിനും മെഡിക്കലിനാവുന്നത് 300 UK, അതായത് ബ്രിട്ടീഷ് പൗണ്ടാണ് ആവുന്നത്, അതായത് ഒരു 30,000 ഇന്ത്യൻ റുപ്പീസ്. പിന്നെ വരുന്നത് 12-year-old ചൈൽഡിന് കുറവാണ്, പക്ഷേ അതിൻ്റെ കൂടെ 12 ഇയർ ആയതുകൊണ്ട് അവർക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കും. ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതുകൊണ്ട് 195 ബ്രിട്ടീഷ് പൗണ്ട് ആവുന്നത്, അതായത് 19,000 ആണ് ആവുന്നത്. പിന്നെ വരുന്നത് 5-year-old ചൈൽഡിന് 145 ബ്രിട്ടീഷ് പൗണ്ട്, അതായത് 14,500. ഇങ്ങനെയാണ് പോകുന്നത് മെഡിക്കലിന്. അപ്പം ടോട്ടൽ ഒരു ഈ ഏജിലുള്ള കുട്ടികളും 4 മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിക്ക് ആവുന്നത് 1,03,500 ആണ് മെഡിക്കലിനാവുന്നത്. 1 ലക്ഷത്തിനടുത്ത് 1 ലക്ഷം രൂപയാണ് 4 പേരുള്ള ഒരു ഫാമിലിക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ വല്ല ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സ്ക്രീനിങ് ഒക്കെ നേരത്തെ ചെയ്തു പോയാലും മിക്ക മെഡിക്കൽ ചെയ്യുന്ന ഏജൻസികളും ക്ലിനിക്കുകളും അവർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ ഒരു പ്രോട്ടോക്കോളിലുള്ള എല്ലാ ടെസ്റ്റുകളും അവർ വീണ്ടും ചെയ്യും. അപ്പം നിങ്ങൾ അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ തന്നെ ടെസ്റ്റൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പം ഇത് ഇങ്ങനെ മനസ്സിൽ വെക്കുമല്ലോ. അപ്പം മെഡിക്കലിനാവുന്നത് 1 lakhനടുത്ത് ഇന്ത്യൻ റുപ്പീസ് ആവുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടിക്കറ്റാണ്. അത് ഡിപ്പെൻസ് ആണ് നമ്മൾ ഏത് കൺട്രിയിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു. ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്, UK നിന്നും ഡയറക്റ്റ് ആണോ പോകുന്നത്. അപ്പോൾ UK നിന്നും ഡയറക്റ്റ് പോയി ഡയറക്റ്റ് ഇങ്ങോട്ട് ഞങ്ങൾ വന്നതിൽ എത്ര രൂപയാണെന്ന് ഞാൻ ഒരു റഫായിട്ട് പറയാം. അപ്പോൾ UK നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഓസ്ട്രേലിയയിലേക്ക് വരുമായിരുന്നു, നാട്ടിൽ പോവാതെ. അപ്പം നമ്മൾ എമിറേറ്റ്സിൻ്റെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്.
എമിറേറ്റ്സ് ദോഹ നേരെ മെൽബണിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പം ഓരോരുത്തർക്കും അഡൽട്ട്സിന് 2,773, പിന്നെ യൂത്ത് ആയതുകൊണ്ട് 9,945, ചൈൽഡിന് 771. ഇതെല്ലാം ബ്രിട്ടീഷ് പൗണ്ടിലാണ് പറയുന്നത്. ഞാനത് കൺവേർട്ട് ആകുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയായി ടിക്കറ്റിന്. അപ്പം ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ചോദിച്ചു നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പോയാൽ പോരെ. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഓസ്ട്രേലിയക്ക് വരുമ്പോഴും 2 സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വരുമ്പോൾ ഇത്രയൊക്കെ ആവും, ഇതിനേക്കാളും കൂടുതലാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒറ്റയടിക്ക് UK നിന്നും ഓസ്ട്രേലിയക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം 4 lakhs ഇത്രയും എമൗണ്ടാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് വരുന്നത്. അപ്പം നമ്മൾ വറി ചെയ്യുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതെന്ന് പറഞ്ഞ് ആദ്യത്തെ ആ സ്റ്റെപ്പ് പ്രോസസ്സിങ്ങിന് മാത്രമാണ് ഒരു 1.25 ലക്ഷം രൂപ ആണ് ആവുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ബാക്ക് ഹോമിൽ പേപ്പർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഏജൻസിന് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ മാത്രമേ നമ്മുടെ പ്രോസസ്സിങ്ങിനാവുള്ളൂ. പിന്നെ ബാക്കി വലിയ എമൗണ്ടുകളെല്ലാം ചിലവാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 5 ലക്ഷത്തിൽ ചെല്ലുവാനും നമ്മുടെ വിസയ്ക്കും 1 ലക്ഷത്തിൽ ചെല്ലുവാനും നമ്മുടെ മെഡിക്കലിനും ഏകദേശം 4 ലക്ഷം രൂപ നമ്മുടെ ടിക്കറ്റിനും ഒക്കെ ആവുന്നതെല്ലാം നമ്മുടെ എംപ്ലോയർ ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്തെല്ലാം റീലൊക്കേഷൻ പാക്കേജിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെയൊരു ആണ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി നിങ്ങളാരും ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിൻ്റെ കോസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറയില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നു. ചോദിച്ച എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നിങ്ങളിത് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ റഫ്ലി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്ര എമൗണ്ട് ആവുമെന്ന്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി നിങ്ങൾക്ക് വരാം. അടുത്ത എൻ്റെ വീഡിയോ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ പ്രോസസ്സിങ്ങിനെ കുറിച്ചും, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ട ഓൺലൈൻ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സാലറി വൈസ് നമ്മൾ HR-ലൊക്കെ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന നേഴ്സസ് അല്ലെങ്കിൽ നേഴ്സസ് ഫാമിലിയെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, അവർ പ്രോസസ്സിങ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ വീഡിയോയുടെ ചാനലിൻ്റെ ID അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് ഉപകാരമാവട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ്, സിനി ഫ്രം വിങ്സ് ഓഫ് ഡ്രീംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.